അയാളുടെ ഭാര്യയെ ഡിനോട്ട് ചെയ്യുന്ന ഗ്രഹം ശനിയാണ്. അതാണ്, ഇതൊക്കെ തമ്മിൽ കണക്ഷനുണ്ടേ. അപ്പൊ ബുധനെ ഇതുള്ള ഒരാളെ പിടിച്ച് ശനിയുടെ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ശരിയാവാനാണ്? അവരുടെ നേച്ചറാണ്. അവരാരാണെന്ന് നമുക്ക് അവർ വളരെ കണ്ണിങ് ആയിട്ടായിരിക്കും കാര്യങ്ങളെ കാണുന്നത്. അല്ല നമ്മളെ പോലെ ഇങ്ങനെ പെട്ടെന്ന് വികാരം കൊണ്ടിട്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല. നമുക്കും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമ്മളതിൽ വീണു പോവും. അങ്ങനത്തെ ഒരു കഴിവ് ഈ ബുധൻ്റെ സ്വാധീനമുള്ള ആൾക്കാർക്കുണ്ട്. ജ്യോതി മാഡം, ബുധൻ 1-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചേക്കാവുന്നത്? ബുധൻ ചില രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. രഹസ്യ സ്വഭാവം ഉണ്ട്, അയാളെ നമുക്ക് പിടികിട്ടില്ല. അപ്പൊ ഈ ലഗ്നം അത് എവിടെയാണ്? ബുധന് ശക്തിയുള്ള, അതായത് നമ്മൾ മിഥുനൻ രാശി, കന്നി രാശി, ഇതൊക്കെ. മിഥുനൻ രാശി എന്ന് പറയുന്നത് ബുധന്റെ ക്ഷേത്രമാണ്. കന്നി എന്ന് പറഞ്ഞാൽ ക്ഷേത്രവുമാണ്, പിന്നെ ഉച്ചക്ഷേത്രവുമാണ് കൂടുതൽ ബലമുള്ളത്. അപ്പൊ അവിടെയൊക്കെ ലഗ്നം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ചുകൂടി ഈ ബുധന് കുറച്ച് ബലം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് അയാൾ നല്ലവണ്ണം സംസാരിക്കുന്ന ആളായിരിക്കും. പിന്നെ നമ്മളെയൊക്കെ ഒരു രസികനായിരിക്കും. അതുപോലെ കൂട്ടുകാർ എപ്പോഴും എത്ര പ്രായമായാലും ആ വ്യക്തി ഒരു ചെറുപ്പം സൂക്ഷിക്കുന്ന ആളായിരിക്കും. അയാളുടെ കളിച്ചിരികളും തമാശകളും വലിയ സീരിയസ് മാറ്റേഴ്സൊക്കെ നമ്മൾ പറഞ്ഞാലും അയാൾ അതൊക്കെ വളരെ കൂളായിട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ ഒന്നും മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അയാൾ അതും അതിലപ്പുറവും മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ഒരു ഇതൊന്നും സാരമില്ല എന്നുള്ള ഒരു കളിതമാശകളിലൂടെ പോകുന്ന പോലെ ഇതൊക്കെ തോന്നും. ഇതാണ് അവരുടെ മനസ്സിന്റെ അഗാധതലങ്ങളിൽ എന്താണ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് എത്ര കൂടെ ജീവിച്ചാലും ചിലപ്പോൾ മനസ്സിലാകാതെ വരും. ചിലരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിലർക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. അങ്ങനത്തെ ഒരു ആൾക്കാർ ചിലപ്പോൾ എനിക്ക് നോക്കാൻ വരുമ്പോഴേ ഭാര്യയ്ക്ക് എപ്പോഴും കംപ്ലൈന്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് എന്ത് പറഞ്ഞാലും ഒരു ഇതില്ല, ഒരു സീരിയസ്നെസ് ഇല്ല. എല്ലാവരും ഇതാണ് എന്നിട്ട് എന്നെ ഒരു വകവെപ്പുമില്ല ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ആ ആളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കണം നമ്മൾ. അപ്പൊ അവരോർക്ക് അയാൾ എന്ത് നല്ല മനുഷ്യൻ, എന്ത് സ്വീറ്റ് പേഴ്സണാലിറ്റി ആണെന്നറിയാമോ, എന്ത് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഭാര്യ പറയും എന്നെ ഒരു കരിവേപ്പില എടുത്തൊന്ന് കഴുകിത്തരാൻ പറഞ്ഞാൽ പോലും ഇയാൾ എന്നെ സഹായിക്കില്ല. അപ്പൊ രണ്ട് മുഖമാണ് അയാളുടെ. വീട്ടിലൊരു തരത്തിലായിരിക്കും, ഫ്രണ്ട്സിന്റെ അടുത്ത് വേറൊരു തരത്തിലായിരിക്കും. അങ്ങനെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കും. ഇയാളുടെ മനസ്സിന്റെ തട്ടിൽ എന്താണ് അയാൾ. അതുപോലെ തന്നെ ഒരാളെ പറഞ്ഞ് കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ സാധിച്ച് അയാളുടെ പോയിന്റിലേക്ക് അവരെ കൊണ്ടുവരാനൊക്കെയുള്ള വാക്ചാതുര്യം ഉണ്ടാവും. അത് ഈ ബുധൻ നിൽക്കുന്ന ആൾക്കാർക്ക്, ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഗൂഢമായിരിക്കും അവരുടെ മാനസിക വികാരങ്ങൾ. വളരെ ഓപ്പണായിട്ടൊക്കെ സംസാരിക്കുന്ന നമുക്ക് തോന്നുമ്പോഴും അങ്ങനെയല്ല. അവരുടെ തലത്തിൽ അവർ ചില മാനറിസമൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മളോട് സംസാരിക്കുമ്പോൾ വേറൊരു രീതിയിലൊക്കെ അവർ സംസാരിച്ച് നമ്മളെ അവരുടെ രസികനാണെന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ മിഥുന രാശിയിലൊക്കെ നിൽക്കുന്ന ബുധനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നല്ലൊരു രാജകുമാരനാണ് എപ്പോഴും. ഞാൻ എപ്പോഴും പറയുന്ന, എൻ്റെ അടുത്ത് ഒരിക്കൽ നോക്കാൻ വന്ന ഒരു സ്ത്രീയും പുരുഷനും, ഭാര്യയും ഭർത്താവാണ്. അതിലെ ഭാര്യയാണെങ്കിൽ ഭയങ്കര സീരിയസ് ആണ്. ഇയാളാണെങ്കിൽ ഈ ബുധന്റെ ഇതുള്ളത് കൊണ്ട് ഇയാൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഷട്ടിൽ കളിക്കാൻ 60 വയസ്സുണ്ട്, ഷട്ടിൽ കളിക്കാൻ പോവുക. പുള്ളി ചെറിയ പിള്ളേരെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ആ ഫാഷനോടൊക്കെ താല്പര്യമാണ്, സംസാരപ്രിയനാണ്. ഫോൺ എടുത്ത് വെച്ച് ഞാനിങ്ങനെ വീട്ടിലിരുന്നവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ വേറെ വിദേശത്തൊക്കെയാണ്. അപ്പൊ ഞാനിങ്ങനെ കാലും കയ്യും ഒക്കെ വേദന എടുത്ത് കഷ്ടപ്പെട്ടിട്ട് എനിക്കൊന്ന് സഹായിച്ചു തരാൻ പറഞ്ഞാൽ ഈ മനുഷ്യൻ ചെയ്യില്ല. അതേസമയം അപ്പുറത്തെ വേറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ ഇങ്ങനെ പോയി ഉടനെ എല്ലാം ചെയ്തു കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണെന്ന് ഇവര് പറയും. അങ്ങനത്തെ സ്വഭാവമുള്ള ഉണ്ട്. അപ്പൊ അവര് അയ്യോ എന്തെങ്കിലും സഹായം അങ്ങോട്ട് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചെല്ലുന്നത്. എന്നാൽ ഞാനിവിടെ കൈയും കാലം വേദന എടുത്തിട്ട് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്ന സഹായം ഇല്ലാതെ എന്നെ ഇയാൾ മൈൻഡേ ചെയ്യില്ല, ഇയാളെ ഒന്ന് ശരിയാക്കണം എന്നും പറഞ്ഞു വന്നതാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇയാൾക്ക് എങ്ങനെയാണ് ലഗ്നം നിൽക്കുന്നത്, പിന്നെ ഈ കന്നിരാശിയിലാണ്. അപ്പോൾ നല്ല ബലത്തിൽ നിൽക്കുന്ന ബുധനാണ്. ഇയാൾ നന്നായിട്ട് സംസാരിക്കും. ഇയാൾ എത്ര പ്രായമുള്ള അയാളാണെങ്കിലും അയാളൊരു യുവത്വം സൂക്ഷിക്കും. കൊച്ചു കൂട്ടുകാരായിരിക്കും അയാൾക്കുള്ളത്. പ്രായത്തിന് മൂത്തവരല്ല, പ്രായത്തിലെ ഇളയ ആളുകളോട് കമ്പനി കൂടാൻ ഇവർക്ക് താല്പര്യമായിരിക്കും. ഇവരങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഭാര്യ ഭയങ്കര സീരിയസ് ആണ്. അവർക്ക് അങ്ങനെ അധികം കമ്പനി കൂടണമെന്ന് ഇഷ്ടമല്ല, വേറെ ഒരു രീതിയാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇയാളെ രാജാവാക്കാൻ നോക്കുന്നതാണ് പ്രശ്നം. അയാളെ രാജകുമാരനെ ആകുള്ളൂ. രാജകുമാരൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഇവർ ചെയ്യണം. ഇയാൾ കമ്പനിയൊക്കെ കൂടി, എന്നാൽ ഇയാൾ കയ്യിലുള്ള പൈസയൊന്നും അങ്ങനെ കളയൊന്നുമില്ല. വെറുതെ ആരോടെങ്കിലും കാര്യങ്ങളൊക്കെ രീതിയിൽ
സംസാരിച്ച് അയാളുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഇവരുടെ മുന്നിൽ റിവീൽ ചെയ്യുന്നില്ല അയാൾ. അപ്പം ഇവർ നോക്കുമ്പോൾ ഇയാൾ ലൈഫിനെ വളരെ ലാഘവത്തോടെ കാണുന്നു, വെറുതെ ഫ്രണ്ട്ഷിപ്പ് കൂടി നടക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ. ആക്ച്വലി അയാൾ അങ്ങനെയല്ല. അയാളുടെ തലത്തിൽ സമ്പാദ്യങ്ങൾ അയാൾ സൂക്ഷിക്കുന്നുണ്ട്. അത് ഇവരോട് അയാളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ അയാൾക്ക് ഇതുപോലെ സൗഹൃദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ചെറിയ പിള്ളേരാണ് ഇവർ പറയണ, ചെറിയ കുട്ടികൾ ചെയ്യുന്ന പോലെ ഷട്ടിൽ കളിക്കാൻ രാവിലെ പോവുക, വൈകുന്നേരം പോവുക, ഇയാൾക്ക് പ്രായമായില്ലേ, കാലോ കയ്യോ ഓടിഞ്ഞാൽ ഞാൻ നോക്കണ്ടേ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഭാര്യക്ക്. അത് ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ്. അപ്പൊ നമ്മളെന്താ ഇയാളെ പിടിച്ചിരുത്തിയാന്നോ, ഇയാൾ ഇരിക്കുവോ? ഇയാൾ ഇരിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇയാളെ പിടിച്ചിരുന്ന രാജാവാക്കണ്ട, ചക്രവർത്തി ഒന്നും ആക്കണ്ട, അയാൾ രാജകുമാരനായിട്ട് അങ്ങോട്ട് നടന്നോട്ടെ, നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. ബുധന്റെ സ്വാധീനമുള്ള വ്യക്തിയാണ് അയാള്. അപ്പൊ അയാൾക്ക് ധാരാളം കൂട്ടുകാരുണ്ടാവും. അയാൾ നന്നായി സംസാരിക്കുന്ന ആളായിരിക്കും, സംസാരപ്രിയനായിരിക്കും. അതുപോലെ തന്നെ അയാള് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ല, അത് പറയാൻ പാടില്ലല്ലോ അവരോട്. അപ്പൊ എന്നാൽ അയാളോട് ഞാൻ ചോദിച്ചു, വീട്ടിൽ കാണിക്കുന്ന ആ കുറച്ചൊക്കെ പുറത്ത് കാണിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഇവരുടെ അടുത്ത് മനഃപൂർവ്വമെങ്കിലും ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ അവർ വിചാരിക്കില്ല എല്ലാവരോടും കമ്പനി, എന്നോട് മാത്രം വേറെ രീതി എന്ന് പറയില്ല. അത് അവരുടെ നേച്ചറാണ്. അവരാരാണെന്ന് നമുക്ക്, അവര് വളരെ കണ്ണിങ് ആയിട്ടായിരിക്കും കാര്യങ്ങളെ കാണുന്നത്. അല്ലാതെ നമ്മളെ പോലെ ഇങ്ങനെ പെട്ടെന്ന് വികാരം കൊണ്ടിട്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല. സംസാരിക്കുമ്പോൾ അവരുടെ രീതിയിലേക്ക് ഈ സാഹചര്യങ്ങൾ അളന്നു തൂക്കിയൊക്കെ സംസാരിക്കും. അളന്നു തൂക്കിയല്ല, അളന്നു തൂക്കാതെ ഒരു ചവറ് പോലെ സംസാരിക്കണ പോലെ നമുക്ക് തോന്നും. പക്ഷെ അവരാ അത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അവരുടെ പോയിന്റ്, ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള ആൾക്കാർ ഈ സെയിൽസ് അവരെ പോയിന്റിലേക്ക് അവർ ചിലപ്പോൾ ഒരു വിലയില്ലാത്തൊരു സാധനമായിരിക്കും നമ്മളുടെ കയ്യിൽ. ഇതിന്റെ മാഹാത്മ്യമൊക്കെ അങ്ങോട്ട് വിവരിക്കുകയും അതുകൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന യൂസിനെ കുറിച്ച് വിവരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ അത് ശരിയാണോ? അല്ല. പക്ഷേ അതുകൊണ്ടാണ് മാഡത്തിന് ഇപ്പോൾ ഇത് കണ്ടത് കൊണ്ട് എനിക്ക് ഇത് തരാൻ പറ്റി, ഇത് നമ്മൾ കണ്ടത് കൊണ്ട് ഇത് മേടിക്കാൻ പറ്റി, അതുകൊണ്ട് ഇനി നാളെ മുതൽ വലിയ വ്യത്യസ്തത ഉണ്ടാകുകയാണ്, അത്രയ്ക്ക് ഒരു പീസേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചിലർ പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഇത് കള്ളത്തരാ, ഇത് അവരുടെ പണിയാന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ ബുധന്റെ സ്വാധീനമുള്ള ആളുകൾ പറയുമ്പം നമുക്കും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമ്മളതിൽ വീണു പോവും. അങ്ങനത്തെ ഒരു കഴിവ് ഈ ബുധന്റെ സ്വാധീനമുള്ള ആൾക്കാർക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ മാനസിക വ്യാപാരം അതുപോലെ തന്നെയാണ് ഈ ബുധന്റെ സ്വാധീനമുള്ളവർക്ക് ഈ നിഗൂഢ ശാസ്ത്രങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചാൽ അവർക്കത് നീക്കി പിടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും അയാൾ ഒളിപ്പിച്ചു വെച്ചാൽ അയാൾ പലതരത്തിൽ സ്നേഹം നടിച്ചിട്ടാണെങ്കിലും കുറെ സംസാരിച്ചിട്ടാണെങ്കിലും പലതരത്തിൽ നമ്മളെ കൊണ്ടത് ചികഞ്ഞെടുക്കാനായിട്ടുള്ളൊരു പ്രത്യേക കഴിവൊക്കെ ഉണ്ട് ഇവർക്ക്. നമ്മൾ വെറുത്തല്ല പറയണത്. ചിലർ നമ്മളോട് ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ഇയാൾ എന്തിനാ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നു എന്നൊരു ഇവരങ്ങനെയല്ല. നമ്മൾ പോലും അറിയാതെ നമ്മൾ വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളിൽ എന്തെങ്കിലും ഹിഡനായിട്ട് കിടക്കുന്ന ഒരു കാര്യത്തെ അവർ തോണ്ടിയെടുക്കും. അപ്പൊ ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ സ്വഭാവങ്ങൾ അത് എപ്പോഴെങ്കിലും അവർ പുറത്തെടുക്കില്ലേ? എന്തായാലും ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നോട്, ഞാനും എലിസബത്ത് ഇടപെടുന്നു, എലിസബത്തിനോട് ഒളിപ്പിക്കുന്ന കാര്യം ചിലപ്പോൾ വേറൊരാളോട് അയാൾ ഒളിപ്പിക്കുന്നുണ്ടാവില്ല. അയാൾക്കറിയാം എവിടെ എന്തൊക്കെ ചെയ്യണം എന്ന്. ഇനി രണ്ടുപേരും അറിയാം, നിങ്ങൾക്കുടെ സ്വഭാവം അയാൾ പഠിച്ചെടുക്കുന്നുണ്ടാവും. നിങ്ങൾ വിചാരിക്കുക ഭയങ്കര, അങ്ങനത്തെ ആൾക്കാരുണ്ട്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനത്തെയൊക്കെ. ഒരു ഭയങ്കര കളിതമാശയായിരിക്കും, വലിയ നമ്മൾ വിചാരിക്കുക ഒരു എന്താണ്, ഇയാളൊരു ചൈൽഡിഷ് നേച്ചറൊക്കെ കാണിക്കും. ചിലപ്പോൾ വലിയ ദേഷ്യമൊന്നുമില്ല, എല്ലാവരോടും നല്ല സ്നേഹം, അങ്ങനെ ഇങ്ങനെ. പക്ഷെ അയാളുടെ ജീവിതം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സീരിയസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ചെയ്തതിനേക്കാൾ കൂടുതൽ സമ്പാദ്യങ്ങളും കൂടുതൽ കാര്യങ്ങളും ഒക്കെ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അവർ വെളിയിലേക്ക് പറയില്ല. മനസ്സിലായ? ചിലരാണ്, നമ്മളാണ് പറയാ എനിക്കതാ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ. നമുക്കൊരു തുറന്ന പുസ്തകമാണ് അവരുടെ ജീവിതം. ആർക്കും വായിച്ചു നോക്കാം, ആർക്കും മനസ്സിലാക്കാം. ഇതിവര് അളന്നു തൂക്കിയൊന്നും സംസാരിച്ച് ഗൗരവക്കാരല്ല, ചെറുപ്പക്കാരെ പോലെയാണ്. തന്നിനേക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരോട് കമ്പനിയായിരിക്കും. അവരെല്ലാവരെയും ഒരേ രീതിയിലല്ല കാണുന്നത്. അവർക്കും ഒരേ മാനറിസം ഉണ്ട്. പക്ഷെ ആ മാനറിസം നമുക്ക് മനസ്സിലാകാതെ വരും. അപ്പൊ ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കൊരു ഇതുണ്ട്. പക്ഷെ അതാണ് പറഞ്ഞ, അത്രയും കാലം ജീവിച്ചൊരു ഭാര്യയ്ക്ക് മനസ്സിലായിട്ടില്ല അയാളെ. ഇയാൾക്ക് സമ്പാദ്യശീലയില്ല, ഇയാള് ഒന്നും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇല്ല, ഇയാൾ അങ്ങനെ ഇങ്ങനെയെന്ന് കുറ്റം പറയുമ്പോൾ ഇയാൾ അതൊന്നുമല്ല. ഇയാളായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും സമ്പാദ്യശീലം ഉണ്ട്. അവരുടെ അത് പറയുന്നില്ല. ഒരു ഭാര്യയും ഭർത്താവും ഒരു കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബുധൻ ഇതുപോലെ ഒരു ബുധന്റെ സ്വാധീനമുള്ള ആളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
അയാൾ അയാളുടേതായ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഭാര്യ വളരെ സീരിയസ് ആയി ശനിയൊക്കെയാണ് അവരെ സ്വാധീനിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹെഡ് മിസ്ട്രസിന്റെ ലൈഫ് മോഡായിരിക്കും അവര്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ സംഘർഷം ഉണ്ടാവും. അപ്പൊ നമ്മളത് പറഞ്ഞ് ഇപ്പൊ ആ ഒരു കപ്പിൾസിന്റെ ഇടയിലേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇയാളെ അങ്ങനെ രാജകുമാരന്റെ സ്റ്റൈലിലിട്ട് അയാൾ ജീവിച്ചു പൊക്കോട്ടെ, നിങ്ങളതിൽ ഇന്റർഫിയർ ചെയ്യേണ്ട, അയാളെ പിടിച്ച് ചക്രവർത്തിയും രാജാവൊന്നും ആക്കണ്ട, നിങ്ങൾ നല്ല എലിജിബിൾ ആയിട്ടുള്ള സ്ത്രീയാണ്, നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഈ ജീവിതം കൊണ്ടുപോകാൻ നിങ്ങളുടെ ഭരണസാരഥ്യം നിങ്ങൾ തന്നെ അങ്ങോട്ട് വഹിച്ചോ, അയാൾ മോഡറേറ്റ് ആയിട്ട് അവിടെയൊക്കെ കിടന്ന് കളിക്കട്ടെ, നിങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് നേരത്തേക്കൊക്കെ ചെന്ന് കുറച്ച് ലൈഫിനെ സിംപ്ലിഫൈ ചെയ്തെടുക്ക്, ഇങ്ങനെ ബലം പിടിച്ചത് ഇരിക്കാതെ. അങ്ങനെ പോയാൽ അങ്ങനെ നമ്മൾ അറിയണം, അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വേറൊരു ദിവസം നമുക്ക് അതിനെപ്പറ്റി പറയാം. അതായത് നമ്മളുടെ ലൈഫ് പാർട്ട്ണറുടെ സ്വഭാവം എന്താണെന്ന് നമ്മുടെ ഗ്രഹനിലയിലുണ്ട്. അത് വെച്ചിട്ടൊക്കെ ആകുള്ളൂ. നമ്മൾ എന്തൊക്കെ ഐഡിയാസ് പറഞ്ഞാലും ആയാളെ നമ്മളിലേക്ക് വരുള്ളൂ. ആയാളെ കുറിച്ചുള്ള ചില ആളുകൾ പറയും എനിക്ക് നല്ല സൗന്ദര്യമുള്ള സ്ത്രീ ആയിരിക്കണം എന്ന്. കാരണം അയാൾ ശുക്രനായിരിക്കും അയാളുടെ സ്പൗസായിട്ട് ഭാര്യയായിട്ട് വരേണ്ട ആളിന്റെ ഡിനോട്ട് ചെയ്യുന്നത് ശുക്രനാണെങ്കിൽ അയാൾ അതേ പറയൂ. മറിച്ച് അയാൾ പറയില്ല. അതേ ശനിയാണെങ്കിൽ അയാൾ എന്താ പറയും, സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെ കുറച്ച് പ്രായമോ അല്ലെങ്കിൽ നിറമോ അങ്ങനെയൊന്നും അല്ല, ജീവിതം കുറച്ച് ഡെപ്ത് ഉള്ളതാണ്, അതിൽ നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ കഠിനത്തിനെ നമ്മൾ കൈപിടിക്കുന്ന ആളാണെന്ന് പറയും. അപ്പം അയാൾ നമ്മളോർക്കും ഇയാൾക്ക് ഭയങ്കര വിവരമാണ്. അല്ല, അയാളുടെ ഭാര്യയെ ഡിനോട്ട് ചെയ്യുന്ന ഗ്രഹം ശനിയാണ്. അതാണ്, ഇതൊക്കെ തമ്മിൽ കണക്ഷൻ ഉണ്ടേ. അപ്പൊ ബുധനെ ഇതുള്ള ഒരാളെ പിടിച്ച് ശനിയുടെ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ശരിയാവാനാണ്? ഭാര്യ ശനി, ഭർത്താവ് ബുധൻ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനിക്ക് എപ്പോഴും എൻ്റെ കൺട്രോളിൽ ഇങ്ങനെ നിൽക്കുന്ന ഇയാളിങ്ങനെ വാച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കും, ഇയാളുടെ ഓരോ ക്രിയകൾ. ഇയാളാണെങ്കിൽ ഇതെങ്ങാനും ഒതുങ്ങുമോ? ഇല്ലേ എന്തായാലും. അപ്പൊ അതൊക്കെ അതിനാണ് ഒരു അസ്ട്രോളജർ വേണമെന്ന് പറയണത്. അപ്പൊ ഇവര് തമ്മിൽ കുടുംബകലഹങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു അസ്ട്രോളജർക്ക് അവര് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അതെ ഇവരെങ്ങനെ ഇച്ചിരി കർക്കശ സ്വഭാവമൊക്കെ എടുക്കും, കാരണം അവരിങ്ങനെ ശനിയുടെ ഇതുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ അവരുടെ ഇവൾക്ക് ഭയങ്കര എന്ത് പറഞ്ഞാലും സീരിയസ് ആണ്. അയാൾ പറയണ അതാ, എല്ലാം ഇങ്ങനെ ബലം പിടിച്ചാൽ സംസാരിക്കും, അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാൻ പറയാം, അവരെ ബലം പിടിക്കാത്ത ആളാകാനും നമുക്ക് പറ്റില്ല, ഇയാളെ ബലമുള്ള ആളാക്കാനും നമുക്ക് പറ്റില്ല. അപ്പൊ രണ്ടുപേരും അത് അറിഞ്ഞ് ഇപ്പൊ സന്തോഷമായിട്ടാണ് ജീവിക്കണം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.